നമസ്കാരം. പുതിയ വീഡിയോ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഞാൻ ഇന്ന് കേരള ട്രഷറി കോഡ് KTCയുടെ ക്ലാസ്സുകളാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും അതിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപകരുൾപ്പെടെ പ്രൊമോഷൻ ലഭിക്കാൻ നിർബന്ധമായും പാസ്സായിരിക്കേണ്ട അക്കൗണ്ട് ടെസ്റ്റിലെ ഒരു പേപ്പറാണ് കേരള ട്രഷറി കോഡ് വോളിയം 1 ആൻഡ് 2 ആൻഡ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മാത്രമാണ് ആ പ്രത്യേകതയുള്ളത്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ പരീക്ഷയ്ക്ക് 3 പുസ്തകങ്ങളാണുള്ളത്. അതിൽ KTC വോളിയം 1, KTC അഥവാ കേരള ട്രഷറി കോഡ് വോളിയം 2, പിന്നെ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. അത് 3 പുസ്തകങ്ങളും പരീക്ഷാ റൂമിൽ കൊണ്ടുപോകാം, അഥവാ കൊണ്ടുപോകണം. അതാ പറയാനുള്ളത്. അപ്പം നിർബന്ധമായും വേണം. കാരണം ഇതിൽ ഏകദേശം 30 മാർക്കിന് മുകളിൽ തന്നെ വിവിധ തരത്തിലുള്ള ഫോറങ്ങൾ ചോദ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫോറൻ നമ്പറുകളാണ് ചോദിക്കുന്നത്. പിന്നെ ഫോമുകളും ഉണ്ട്, അപ്പൻഡിക്സ് ഉണ്ട്. നമുക്കൊരു KTC വോളിയം 2 ഏകദേശം 27ഓളം അപ്പൻഡിക്സുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഫോറങ്ങൾ ചോദിക്കുന്ന ഒരു പേപ്പറാണ് ഈ കേരള ട്രഷറി കോഡിൻ്റെ പേപ്പർ എന്ന് പറയുന്നത്. അത് പുസ്തകത്തിൽ ലിസ്റ്റ് ഓഫ് ഫോംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള സത്യം. ലിസ്റ്റ് ഓഫ് ഫോംസ് ആയിട്ട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി എഴുതിയാൽ മതി ശരിക്കും. അപ്പോൾ KTCയിലാണെങ്കിൽ കേരള ട്രഷറി കോഡ് വോളിയം 2 ഏകദേശം 114 നമ്പർ വരെ ഫോറങ്ങളുണ്ട്. പക്ഷെ 114 എണ്ണം അല്ല ഉള്ളത്, അതിൽ കൂടുതലുണ്ട്. കാരണം 58A, 57 അങ്ങനെ ചിലതിന് പിന്നെ ഉപവിഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് ആകെ എണ്ണം 114 അല്ല, പക്ഷെ 114 നമ്പർ വരെയാണ് ഫോറങ്ങൾ ഉള്ളത്. അത് KTCയിൽ കേരള ട്രഷറി കോഡ് വോളിയം 2 അതുള്ളത്. അതിന് നമ്മൾ TR ഫോറങ്ങൾ എന്നാ പറയാ. TR 27 അപ്പൻഡിക്സുകളും ഉണ്ട്. ഇതെല്ലാം ഒരുമിച്ച് കിടക്കുക, അപ്പൻഡിക്സും ഫോറങ്ങളും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സൗകര്യമാണ് അത് വെച്ച് പരീക്ഷ എഴുതാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ ഈ പണം ക്യാഷ് കൈപ്പറ്റുക. അപ്പം TR ഫോമുകൾ എന്ന് പറഞ്ഞാൽ ട്രഷറി ഫോമുകൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. TR ഫോമുകൾ ട്രഷറി ഫോമുകൾ എന്ന അർത്ഥത്തിൽ എടുക്കണം. അപ്പോൾ ഈ പണം കൈപ്പറ്റുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയാണ്. പണം കൈപ്പറ്റുന്നത് സംബന്ധിച്ച റെസീറ്റിന്റെ ഫോം എത്രയാണെന്ന് ചോദിച്ചാൽ അത് TR5 ആണ്. നമ്മൾ എവിടുന്നെങ്കിലും ഒരു ക്യാഷ് ഓഫീസിൽ കൈപ്പറ്റി കഴിഞ്ഞാൽ അതിന് TR5 റെസീറ്റ് കൊടുക്കണമെന്നാണ് പറയുക. അത് ആ പണം കൈപ്പറ്റുന്ന റെസീറ്റിന്റെ ഫോർമാറ്റാണ് നമ്മൾ ഈ TR5 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ക്യാഷ് ബുക്ക് നമ്മൾ എല്ലാ ഓഫീസിലും എഴുതുന്ന ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ക്യാഷ് ബുക്ക് ഇല്ലാത്ത ഒരു ഓഫീസില്ല. ശമ്പളം പണം ഏതു പണം വാങ്ങുകയോ കൊടുക്കുകയോ ഒക്കെ വിതരണം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഓഫീസുകളിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട ഒരു രജിസ്റ്ററാണ് ഈ ക്യാഷ് ബുക്ക് എന്ന് പറയും. അപ്പോൾ ക്യാഷ് ബുക്കിന്റെ ഫോം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7A ആണ്. ക്യാഷ് ബുക്കിന്റെ ഫോം TR7A, അങ്ങനെ പറയാം, TR7A. അപ്പോൾ ഞാൻ പറഞ്ഞു, TR എന്ന് പറയുന്നത് ട്രഷറി ഫോംസ് എന്നതിൻ്റെ ചുരുക്കപ്പേരായിട്ടാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. ഈ പുസ്തകത്തിൽ പേജ് നമ്പർ 83 36 ഫോംസിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ 36 ഫോംസ്
ടി എ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ടി എ. അപ്പോൾ ടി എ എന്ന് പറഞ്ഞാൽ കേരള അക്കൗണ്ട് കോഡിൽ ഉള്ള വോളിയം 2-ലുള്ള ഫോമാണ് ടി എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 1 മുതൽ 36 വരെ. പിന്നെ ടി എ 1 മുതൽ 10 വരെ റോമൻ ലെറ്ററിൽ 1 മുതൽ 10 വരെയുള്ള ഫോമുകളും ഉണ്ട്. അങ്ങനെ ഒരു 46-47 ഫോമാണ് ഈ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2-ൽ ഉള്ളത്. അപ്പോൾ ഈ നമ്മൾ ടി ആർ ഫോമാണ് ചോദ്യത്തിൽ ടി ആർ ഫോം ആണെങ്കിൽ നമ്മൾ ഏത് ബുക്കാണ് നോക്കേണ്ടത്? ഈ KTC വോളിയം 2. ടി എ ഫോം ആണെങ്കിൽ നമ്മൾ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 നോക്കേണ്ടത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ടി എ ഫോം എന്നതിൻ്റെ ചുരുക്കപ്പേരെന്താണെന്ന് വെച്ചാൽ ട്രഷറി അക്കൗണ്ട് ഫോം എന്നാണ് ഈ ടി എ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രഷറി അക്കൗണ്ട് ഫോറങ്ങൾ, ടി എ ഫോംസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പരീക്ഷ എഴുതുന്നൊക്കെ ഇങ്ങനെ ഫോറമാണ്. നമ്മളുടെ ചോദ്യത്തിൽ കുറേ ഫോറങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഈ ഫോറം ചോദിച്ചാൽ പരീക്ഷ എഴുതാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുണ്ടാവുക. ഈ 4 ഓപ്ഷനിൽ നിന്ന് ഈ 4 ഓപ്ഷനിൽ നിന്ന് ഉത്തരത്തിലേക്ക് പോയാൽ മതി. ഇപ്പം നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു, ക്യാഷ് ബുക്കിന്റെ ഫോം എത്രയാണ്? താഴെ തന്നിരിക്കുന്നു TR29, TR56, TR10, TR5, TR7A. അപ്പം നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ TR50 നോക്കി, അല്ല. രണ്ടാമത്തെ ഉത്തരം TR39 നോക്കി, അല്ല. മൂന്നാമത്തെ ഉത്തരം TR10 നോക്കി, അതുമല്ല. നാലാമത്തെ ഉത്തരം TR7A നോക്കിയപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഉത്തരം എഴുതാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റും. അപ്പം ഇതിന് KTCക്ക് ഹയർ പേപ്പറും ഉണ്ട്. സാധാരണഗതിയിൽ രണ്ടും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യുക. അത് ലോവറും എഴുതാൻ KTCയുടെ ലോവർ പേപ്പർ ഹയർ പേപ്പറിനും സാധാരണ എല്ലാവരും അപ്ലൈ ചെയ്യും. എൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം തോറ്റാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഹയർ കിട്ടിയാൽ മതി. അത് അക്കൗണ്ട് ടെസ്റ്റ് ലോവറിന് തുല്യമാണ്. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ കിട്ടിയാലും മതി, KTC ലോവർ കിട്ടിയാലും മതി, KTC ഹയർ കിട്ടിയാലും ഏതെങ്കിലും കിട്ടിയാൽ മതി. ചോദ്യങ്ങളൊക്കെ തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും. 40% മാർക്ക് മതി പാസ്സാകാൻ വേണ്ടിയിട്ട്. മൈനസ് മാർക്ക് ഉണ്ട്. ഇതൊക്കെ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. സ്കൂളുകളിലാണെങ്കിൽ ഹെഡ് മാസ്റ്റർമാരായിട്ട് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അക്കൗണ്ട് ടെസ്റ്റ് ലോവറും കെയറും പാസ്സായിരിക്കണം. അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ, അതാണ് ഈ ബോർഡിൽ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അൾട്ടിമേറ്റ് ആൻസേഴ്സ് 2830 എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റിൻ്റെ MOP അഥവാ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, കേരള സർവീസ് റൂൾസ്, കേരള ട്രഷറി കോഡ് ആൻഡ് കേരള അക്കൗണ്ട് കോഡ്, കേരള ഫിനാൻഷ്യൽ കോഡ് ആൻഡ് കേരള ബഡ്ജറ്റ് മാനുവൽ, ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, ദെൻ കേരള എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസ് അഥവാ KER, ഇത്രയും പേപ്പറുകളുടെ ക്ലാസ്സുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ KTC ആണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കേരള ട്രഷറി കോഡ്, കേരള അക്കൗണ്ട് കോഡുമായിട്ട് ബന്ധപ്പെട്ട 50 എപ്പിസോഡുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ 50 വീഡിയോകളും ഉൾക്കൊള്ളുന്ന പ്ലേലിസ്റ്റിൻ്റെ ഒറ്റ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഓപ്പൺ ചെയ്താൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ 50 ക്ലാസ്സുകളും കാണാവുന്നതാണ്. അപ്പോൾ അതിൽ പറയാനുള്ള കാര്യം എന്താണ്? ഇത് ഈ 50 എപ്പിസോഡുകളും എൻ്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. ഞാൻ MOPയും KSR ഒക്കെ കേട്ടിട്ടുള്ളവരുണ്ട് ധാരാളമായിട്ട്, എനിക്കറിയാം. അപ്പോൾ അവർക്കറിയാം അത് എങ്ങനെ എഫക്റ്റീവ് ആണോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. വോയിസ് ക്ലാസ്സുകളാണ് ഇട്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ വോയിസ് ക്ലാസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് യാത്രയിലോ അല്ല മറ്റ് വീട്ടുജോലികളിലൊക്കെ ഏർപ്പെടുന്ന സമയത്തോ ഒക്കെ ഈ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ KTCയിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. എൻ്റെ കുറച്ച് ക്ലാസ്സുകൾ അങ്ങനെയുണ്ട്. ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ കേൾക്കണം. മറ്റത് ഒരു തവണ കേട്ടാൽ 1-2 തവണ കേട്ടാൽ മതി.
പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരു രണ്ടോ മൂന്നോ തവണയെങ്കിലും കേട്ടാൽ ദാറ്റ് ഈസ് ഇനഫ്, മതിയായിരിക്കും ഏകദേശം. അപ്പോൾ അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും ഈ പരീക്ഷ എഴുതാൻ താല്പര്യമുള്ളവർ കേട്ട് നോക്കണം. ക്ലാസ്സുകളൊക്കെ സൗജന്യമാണ്, ഒരു ചാർജും. അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ പിന്നെ 150 200 പെർ മന്ത് അങ്ങനെയുള്ള ഒന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കാം. ഈ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഒരു ഈ ഈ പേപ്പറിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ 90 മാർക്കാണ് കിട്ടും എന്ന്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിട്ടും എന്ന് പറയുന്ന ഒരു പേപ്പറാണിത്. ആ, അത് എൻ്റെ ക്ലാസ്സിനെ പറ്റി എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾ കേട്ടു നോക്കുക, എന്നിട്ട് പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി രേഖപ്പെടുത്തണമെന്നുകൂടി ഒരു അപേക്ഷ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, MOPയുടെ ഒരു പരസ്യം ഞാൻ ഇട്ടു, KSRൻ്റെ ഒരു പരസ്യം ഇട്ടു. ഇപ്പോൾ ഞാൻ ട്രഷറി കോഡിൻ്റെ ഈ പരസ്യമാണ് ഇടുന്നത്. ഈ പരസ്യം ഇട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ഏകദേശം ഫുൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു എന്നാണ്. പിന്നെ KFC ഞാനിപ്പോൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റിനൂടെ ചെയ്തിട്ടിടാന്ന് വെച്ചിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാത്തുള്ളൂ, കുറച്ചുകൂടി ചെയ്യുകയാണ് അഡീഷണലായിട്ട്. അതൊക്കെ 50 എപ്പിസോഡ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ്റെയും കുറച്ചുകൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യും ഞാൻ. KERൻ്റെയും കുറച്ചുകൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ അതെന്തായാലും വിത്തിൻ 2 വീക്സ് ഈ പേപ്പറിൻ്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഉണ്ട്. അത് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള ഒരു ധാരണ കൂടി വരും. അപ്പോൾ അത് അപ്ഡേഷനായിട്ട് വീണ്ടും വീണ്ടും കൊടുക്കും ഞാൻ. ഓക്കെ, പിന്നെ നിങ്ങൾ ക്ലാസ് കേട്ട് നോക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.